രാധേ രാധേ ബാലസ്താവത് ക്രീഡാസക്ത തരുണാസ്താവത് തരുണീസക്ത വൃദ്ധസ്താവത് ചിന്താമഗ്ന പരമേ ബ്രഹ്മണി കോപിനാലഗ്ന. ഭജഗോവിന്ദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. ശങ്കരാചാര്യർ ഈ വരികളിലൂടെ പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ബാലസ്താവത് ക്രീഡാസക്ത, ഒരു ബാലനായിരിക്കുമ്പോൾ, ഒരു കുട്ടിയായിട്ടിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ക്രീഡയിലാണ് താല്പര്യം, കളിയിലാണ് താല്പര്യം, ആ കളിയോടാണ് ആസക്തി. കളി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ എല്ലാവർക്കും എന്താ, കളിക്കണം 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 എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, വേറൊരു യാതൊരു ചിന്തയും അവനില്ല. അത് കഴിഞ്ഞ് തരുണാസ്താവത് തരുണീസക്ത, ഒരു തരുണനായി കഴിയുമ്പോൾ, ഒരു യുവാവായി കഴിയുമ്പോൾ ബാക്കി യുവതികളോടാണ് ആസക്തി. ബാക്കി പെൺകുട്ടികളെ കാണണം, യുവതികളായിട്ടുള്ള പെൺകുട്ടികളെ അവരോട് സംസാരിക്കണം, അതിനോടാണുള്ള ആസക്തിയും താല്പര്യവും എല്ലാം. അത് കഴിഞ്ഞ് വൃദ്ധസ്ഥാവത് ചിന്താമഗ്ന, ഒരു വൃദ്ധനായി കഴിയുമ്പോൾ, വയസ്സായി കഴിയുമ്പോൾ, പിന്നെ ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ കണക്ക് മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം കാലം മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും അവർക്ക് ചിന്ത മാത്രമേ ഉള്ളൂ. വൃദ്ധനായി കഴിഞ്ഞാൽ പിന്നെ ചിന്താമഗ്ന, ചിന്തകൾ മാത്രമേ ഉള്ളൂ. പരമേ ബ്രഹ്മണി കോപിനാലഗ്ന. അപ്പൊ പിന്നെ എപ്പോഴാണ്, അതായത് ബാലാവസ്ഥയിൽ കളിയോട് താല്പര്യം, തരുണാവസ്ഥയിൽ വേറെ യുവതികളോട് താല്പര്യം, വൃദ്ധാവസ്ഥയിൽ ചിന്തകൾ മാത്രം, പിന്നെ എപ്പോഴാണ് പരബ്രഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം എന്നാണ് ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിലൂടെ എല്ലാവരോടും ചോദിക്കുന്നത്. അപ്പൊ ശങ്കരാചാര്യർ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓരോ അവസ്ഥയിലും നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ആസക്തിയോടും ചിന്തയോടും കൂടി ഇരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞിലേ തൊട്ടേ ഭഗവാനോട് അചഞ്ചലമായ ഭക്തി, ഈശ്വര കാര്യങ്ങളോട് താല്പര്യം, നാമജപം, അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ഈശ്വരനോട് അത്രയും അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മരണസമയത്ത് നമുക്ക് പെട്ടെന്ന് ഈശ്വര ചിന്ത നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് വാർത്തെടുക്കാൻ പറ്റത്തില്ല. കുഞ്ഞിലേ തന്നെ നമ്മളത് കൊണ്ടുവന്നാൽ മാത്രമേ മരണസമയത്ത് ഈശ്വരനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും ഈശ്വരന്റെ നാമം ജപിച്ച് നമുക്ക് മോക്ഷം കിട്ടാനും പറ്റൂ. അല്ലാതെ പെട്ടെന്ന് ആ മരിക്കുന്ന ഒരേ ഒരു സമയത്ത്, ലൈഫിലുള്ള ഇത്രയും നാൾ സംഭവിച്ച കാര്യങ്ങൾ വീഡിയോ പോലെ പോകുന്ന ആ സമയത്ത് ഈശ്വരന്റെ ചിന്ത വരണമെങ്കിൽ കുഞ്ഞിലേ തൊട്ടേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ അത് പറ്റൂ എന്നാണ് ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിലൂടെ നമ്മൾ എല്ലാവരോടും പറയുന്നത്.